ഹായ് ഓൾ, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് ആയിട്ട് ഒരു സ്വീറ്റ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ സെലക്ട് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഒന്ന് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു പഴം ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടെ ഒന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. പഴം നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയതും കൂടെ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെ ഈ സ്നാക്സിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 12 കഷ്ണം ബ്രെഡ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ബ്രെഡ് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടൻ്റെ മിക്സിലൊന്ന് മുക്കി ഒരു പാനിൽ വെച്ച് കൊടുക്കാം. പാനിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇങ്ങനെ ചെയ്യുമ്പം ഫ്ലെയിം ഓൺ ആക്കരുത്. ഇതുപോലെ 4 ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് കുറച്ച് ഇതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. ലെയർ ആക്കിയിട്ടാണ് നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതിൻ്റെ മുകളിലും ബ്രെഡ് മുട്ടൻ്റെ മിക്സിൽ നിന്ന് മുക്കി കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡും മുട്ടൻ്റെ മിക്സിൽ മുക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറി ചോപ്പ് ചെയ്തതാണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ സ്വീറ്റിയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്സ് ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ.